അപ്പം നമുക്കിന്ന് ഗൈസ് ഒരു നാടൻ വരാല് കറി വെക്കാം. അതിനായിട്ടൊരു ചട്ടി എടുത്ത് വെച്ച് എണ്ണയൊഴിച്ച് ശകല ഉലുവ ഇട്ടു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, വീട്ടിൽ ഉള്ളതാണ് കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റാം നമുക്ക്. ഇപ്പം 2 വരാലാണ് ഞാനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പുറകിനിടുന്നുണ്ട്, വരാൽ വെട്ടുന്നതൊക്കെ. ഇപ്പോൾ മീൻ വെട്ടാനൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്, ഒരു കുട്ടനാടൻ കാര്യം കൂടാണ് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചേരുവകൾ പെട്ടെന്ന് ഒരു വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ കറിയാണ്. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി ഒക്കെ ആവശ്യത്തിന് എടുക്കാവുള്ളൂ. മസാലകൾ എല്ലാവരുടെയും പരുവത്തിനനുസരിച്ചൊക്കെ എരിവൊക്കെ ചേർക്കാം. ഇനി ഇച്ചിരി ഉലുവാപ്പൊടി, ഉലുവ ഇട്ടതാ എങ്കിൽ പോലും ശകല ഉലുവാപ്പൊടി ഞാൻ ചേർത്തു. കുരുമുളക് പൊടി, പിന്നെ ഒരു ശകലം പെരുംജീരക പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് 2 സ്പൂൺ ആവശ്യത്തിന് എരിവനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റാം. ഇനി നമ്മൾ ആവശ്യത്തിന് പുളി ഇടുകയാണ്. 2 വരാലിനനുസരിച്ചുള്ള പുളി മതി. പുളി കൂടുതൽ വേണ്ടവർക്ക് ഒരു കഷ്ണം പുളിയും കൂടെ ചേർക്കാം. നീർമീനല്ലേ, അപ്പോൾ അതിന് നല്ല എരിവും പുളിയൊക്കെ വേണം. ഇച്ചിരി ഉപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റിയിട്ട് ശകലം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് ഒരു ചെറിയ തിള വരണം. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലോട്ടിടാം. 2 വരാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഷ്ണങ്ങളങ്ങോട്ട് പെറുക്കിയിടാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. മീൻ തിളച്ച് കഴിഞ്ഞ് ഇത് ഇളക്കരുത്, കാരണം പൊടിഞ്ഞു പോകും. ആദ്യം ഒന്ന് ഇളക്കിയതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന്, നാടൻ കറിവേപ്പില, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കറിവേപ്പിലയുണ്ട്. അപ്പം നന്നായിട്ട് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഇച്ചിരി കൂടെ വെള്ളം വേണം ചേർക്കാം. ചേർത്ത് തിളച്ച് ചെറിയ തീയിൽ, ആദ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞ് പിന്നെ ചെറിയ തീയിൽ അതിൻ്റെ എണ്ണ തെളിയിടം വരെ ഉപ്പുമൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി സ്വാദിഷ്ടമായ വരാല് കറി, നാടൻ വരാല് കറി. ഞങ്ങളൊക്കെ നീർമീൻ ഇഷ്ടം പോലെ കഴിക്കുന്ന ആളുകളാണ്. കരിമീൻ്റെ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് ചെറിയ തീയിലിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഉപ്പ് നോക്കി കപ്പയോ ചക്കയോ ഒക്കെ ഉപയോഗിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീണ്ടും അടുത്ത റെസിപ്പിയായി കരിമീൻ്റെ ഒരു നല്ല ഒരു നാടൻ കുരുമുളക് ഇട്ട കറിയുമായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും.